ഹായ് ഗൈസ്, ഉറക്കം വന്നിട്ട് കണ്ണൊക്കെ എന്തോ ആയിട്ടുണ്ട്. ഈ ഉറക്കം വെച്ചാൽ എന്താ പണിയെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ? സമയം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ 11:30 മണി ആവാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാനത് അച്ചാറിന് അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അരികളൊക്കെ കഴിഞ്ഞ് ഞാൻ അച്ചാറും പൊടി ഉപ്പൊക്കെ ഇട്ട് മസാല തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഷാൻ്റെ അടുത്തേക്ക് ഇവിടുന്ന് ഒരാൾ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അച്ചാർ കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇതൊക്കെ അരിഞ്ഞ് സെറ്റാക്കി മൂടി വെച്ച് രാവിലെ വന്ന് നോക്കിയപ്പോൾ എരിവും പുളിയും എല്ലാമേ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അച്ചാർ മാത്രമൊന്നുമല്ല കേട്ടോ. പക്ഷേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയും വേണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അച്ചാർ പിന്നെ ഞാൻ പാകല്ലേ കഴിക്കട്ടെ വിചാരിച്ചിട്ടോ. പിന്നെ അരിയുണ്ടി ആക്കാമെന്ന് വിചാരിച്ചു. കേടരാത്ത സാധനം ഇപ്പോൾ അതൊക്കെ അല്ലേ ഉള്ളൂ. പിന്നെ നെയ്യപ്പൊന്നും എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല ഗൈസ്. വെറും കലത്തപ്പം മാത്രമേ ഉണ്ടാക്കാൻ അറിയുള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ അതിനൊന്നും മെനക്കെട്ടില്ല ഗൈസ്. അപ്പോൾ ഇതാ അരിയുണ്ട ഉണ്ടാക്കി സെറ്റാക്കി അങ്ങനെ നമ്മളെല്ലാം പാക്കിങ്ങിലേക്ക് കിടന്നു കേട്ടോ. പാക്കിങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞളും മല്ലിയും മുളകും മാത്രമേ ശ്യാമ പറഞ്ഞിട്ടുള്ളെങ്കിലും ഞാൻ അച്ചാറും ഇതും പിന്നെ ഞാൻ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി കൊടുത്തേക്കലുണ്ട്. പക്ഷേ എനിക്കെന്തോ പഴം പഴുത്തത് കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ടാണ് പഴംപൊരി ഉണ്ടാക്കാൻ. പിന്നെ അതിന് ഒരു ലെറ്ററൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ച് ഞാൻ പാക്ക് ചെയ്യലാണ്. അരിയുണ്ട പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മറ്റേ ഒരു ബോക്സിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സിലൊക്കെ ഇട്ട് ഇതാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പേര് എഴുതി സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചു. അടിപൊളിയാക്കി. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യും.